ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു പുരാണം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ വിഷ്ണു പുരാണം എന്ന കഥയാണ് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിഷ്ണു പുരാണത്തിന് പുറമെ ഈ ചാനലിലൂടെ വായിച്ച മറ്റ് പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിഷ്ണു പുരാണം സംഗ്രഹിച്ച് പുനരാഖ്യാനം ചെയ്തത് കെ കൃഷ്ണൻകുട്ടി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. വിഷ്ണു പുരാണം 3-ാം അധ്യായം. ഗുരു പറഞ്ഞു നിർത്തിയപ്പോൾ മൈത്രേയൻ്റെ നാവിൽ നിന്ന് ഒരു സംശയം പുറത്തു ചാടി. പരമാത്മാവ് നിർഗുണവും ആജ്ഞേയവും സ്വച്ഛവും പരിശുദ്ധവുമാണ്. ശരി, എങ്കിലും അതിനെ സൃഷ്ടികർത്താവെന്നെങ്ങനെ അംഗീകരിക്കും? പരാശരമുനി മറുപടി കൊടുത്തു. അഗ്നിക്ക് ചൂടുണ്ടാവുക അതിൻ്റെ സ്വാഭാവിക ഗുണമാണ്. അതേ തരത്തിൽപ്പെട്ടതു തന്നെ ഭഗവാനും സൃഷ്ടികർമ്മവുമായുള്ള ബന്ധം. ഈ സത്യം ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാരായണ നാമക്കാരനായ വിഷ്ണു ലോകപിതാമഹൻ ബ്രഹ്മാവായി ജന്മമെടുത്തു. ഒരു സംഭാവനാ സ്വഭാവത്തോടെയാണ് ഈ ജനനം. ഒരു ബ്രഹ്മാവിന് 100 ബ്രഹ്മവർഷത്തെ ആയുസ്സെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 100 സംവത്സരത്തിന് പരം എന്നാണ് പറയുക. ഇതിൻ്റെ പകുതിയുടെ പേര് പരാർദ്ധം. ഇനി വിഷ്ണു മുഖേനയുണ്ടായ ബ്രഹ്മാവ്, മറ്റു ജീവികൾ, ഭൂമി, അന്യവസ്തുക്കൾ, സാഗരങ്ങൾ തുടങ്ങിയവയുടെ കാലപരിണാമത്തെക്കുറിച്ച് കേൾക്കുക. 15 ക്ഷണനേരം ഒരു കാഷ്ട, 30 കാഷ്ട കൂടിയാൽ ഒരു കല, 30 കലയ്ക്ക് ഒരു നാഴിക, 2 നാഴിക കഴിയുമ്പോൾ ഒരു മുഹൂർത്തം. ഇങ്ങനെ 30 മുഹൂർത്തം ചേർന്നതാണ് മനുഷ്യരുടെ ഒരു രാവും പകലും, അതായത് ഒരു അഹോരാത്രം. 30 രാവും പകലും തീർന്നാൽ ഒരു മാസം. മാസങ്ങൾക്ക് 15 ദിവസം വീതം വരുന്ന 2 പക്ഷവുമുണ്ട്. 12 മാസം ഒരു സംവത്സരമായി കണക്കാക്കുന്നു. ഓരോ സംവത്സരത്തിലും 6 മാസം നീളുന്ന ഉത്തരായനവും ദക്ഷിണായനവും. ഈ അയനങ്ങൾ ദേവന്മാരുടെ രാത്രിയും പകലുമാണ്. ഈ കാലയളവിന് പുറത്ത് കൃത, ത്രേത, ദ്വാപര, കലി എന്നിങ്ങനെ 4 യുഗങ്ങളും അവയുടെ ആയിരക്കണക്കിന് വരുന്ന സംവത്സരങ്ങളും നീണ്ടുകിടക്കുന്നു. ഓരോ യുഗത്തിനും യഥാക്രമം ഇങ്ങനത്തെ 4, 3, 2, 1 1000 വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ യുഗത്തിൻ്റെ അവസാനത്തിലും ഓരോ സമാപന സമയമുണ്ട്. ഈ സമാപന സമയത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പേര് സന്ധ്യാംശം. യുഗങ്ങളുടെ മോപ്പിളയനുസരിച്ച് ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നു. അതായത് കൃതയുഗത്തിന് 400 വർഷം, ത്രേതായുഗത്തിന് 300 വർഷം, ദ്വാപരയുഗത്തിന് 200, കലിക്ക് 100. 4 യുഗങ്ങളുടെയും ഈ 1000 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ ബ്രഹ്മാവിന് ഒരു ദിവസം തീരും. അതായത് 4000 യുഗങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ബ്രഹ്മാവിൻ്റെ ഒരു രാവും പകലും അവസാനിക്കുന്നുള്ളൂ. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ ഒരാൾക്ക് ശേഷം മറ്റൊരാളെന്ന ക്രമത്തിലുണ്ടാകുന്നു. മനുക്കൾക്കും അവരുടെ കാലം നിശ്ചയിച്ചിട്ടുണ്ട്. സപ്തർഷികൾ, ദേവന്മാർ, ഇന്ദ്രൻ, മുനിമാർ, അവരുടെ പുത്രന്മാരായ രാജാക്കന്മാർ തുടങ്ങി സകലരും ഓരോ മന്വന്തരത്തിലും വെവ്വേറെയാണ്. ഒരു മന്വന്തരത്തിൽ ജനിക്കുന്ന ഇവരെല്ലാം ആ മന്വന്തരത്തിൽ തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യും. ഓരോ മനുക്കൾക്കും ബ്രാക്കറ്റിൽ 43,20,000 മനുഷ്യവർഷമാണ് ഒരു മനുവിൻ്റെ വാഴ്ചക്കാലം. ഓരോ മനുക്കൾക്കും ഓരോ മന്വന്തരമാണ്. ഓരോ മന്വന്തരത്തിൻ്റെ കാലയളവ് 8,02,050 ദിവ്യവർഷമുണ്ടായിരിക്കും. മനുഷ്യരുടെ കണക്കനുസരിച്ച് ഈ കാലയളവ് 3,67,20,000 വർഷം കാണും. ഇതിനെ 14 കൊണ്ട് ഗുണിച്ചാൽ മതി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിനുള്ള നീളം മനസ്സിലാക്കാം. 14 മനുക്കളുടെയും കാലം അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ പകൽ തീർന്ന്
രാത്രി വരും. ആ സമയത്ത് ബ്രഹ്മപ്രളയമുണ്ടാവുന്നു. പ്രളയമുണ്ടായാൽ ഉടനെ 3 ലോകങ്ങളും കത്തിയെരിഞ്ഞു തുടങ്ങും. ധ്രുവപഥത്തിൽ നിന്ന് 1 കോടി യോജന മുകളിലാണ് മഹർലോകം. തീച്ചൂടേറ്റ് ഈ മഹർലോകവാസികൾ ബ്രാക്കറ്റിൽ മഹർലോകം എന്നാൽ ഭൃഗുമഹർഷി മുതലായവർ കൽപ്പാവസാനം വരെ വസിക്കുന്നത് ഇവിടെയാണ്. മഹർലോകവാസികൾ പിടയും. തീച്ചൂടേറ്റ് ഈ മഹർലോകവാസികൾ പിടയും. അവർ ഗത്യന്തരമില്ലാതെ ബ്രഹ്മപുത്രന്മാർ വാഴുന്ന ജനർലോകത്തേക്ക് പോകും. ജനർലോകം എന്നാൽ ബ്രാക്കറ്റിൽ ഭൂമിയിൽ നിന്ന് മേൽപോട്ട് ചെല്ലുമ്പോൾ 4ാമത്തെ ലോകം. ധ്രുവപഥത്തിൽ നിന്ന് 3 കോടി യോജന ദൂരം. 3 ലോകങ്ങളും ഒന്നായി തീർന്നു കഴിയുമ്പോൾ നാരായണ സ്വരൂപം ബ്രഹ്മാവ് തുടങ്ങുന്ന മൂർത്തികൾ മൂവരെയും വിഴുങ്ങി ശേഷതൽപ്പത്തിൽ യോഗനിദ്രയെ ആരംഭിക്കുന്നു. ജനർലോകത്തിലെ എല്ലാ യോഗികളിലുമായി വസിച്ച് ജ്ഞാനമയനായ ബ്രഹ്മാവ് തൻ്റെ രാത്രി കഴിച്ചു കൂട്ടുന്നു. ആ രാത്രി കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യവർഷങ്ങളും കടന്നുപോയിട്ടുണ്ടാവും. ഈ രാത്രി അവസാനിച്ച് പ്രളയം പിൻവാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു. ബ്രഹ്മാവിൻ്റെ രാവും പകലും നമ്മുടേതുപോലെ തന്നെയാണ്. പക്ഷങ്ങളും 12 മാസങ്ങളും പിന്നിട്ട് സംവത്സരമായി തീരുന്നുണ്ട്. ഇങ്ങനത്തെ 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. അതായത് ബ്രഹ്മാവ് പൂർണ്ണ ആയുസ്സിലെത്തിയാൽ ഒരു പരം അവസാനിക്കുന്നു. അതിൻ്റെ അന്ത്യത്തിൽ പത്മം എന്ന മഹാകൽപ്പവും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ബ്രഹ്മാവിൻ്റെ 2ാം പരാർദ്ധത്തിലെ 1ാം കൽപ്പം വരാഹം എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത്. 4ാം അധ്യായം. ഈ സമയത്ത് മൈത്രേയൻ ആവശ്യപ്പെട്ടു, മഹർഷി ശ്രേഷ്ഠ, നാരായണ നാമധാരിയായ ഈ ബ്രഹ്മാവ് കൽപ്പം മുതലായവയിൽ ഇക്കാണായ ജീവികളെയും വസ്തുക്കളെയും എങ്ങനെ സൃഷ്ടിച്ചെടുത്തു? കേൾക്കാൻ ആഗ്രഹമുണ്ട്. പരാശരൻ തുടർന്നു, പ്രജാപതികളുടെ ഉടമയും രക്ഷിതാവുമായ നാരായണൻ ഏതു വിധത്തിലാണ് പ്രജകളെ സൃഷ്ടിച്ചതെന്നറിയണം അല്ലേ? എങ്കിൽ കേട്ടുകൊള്ളുക. പഴയ കൽപ്പം അവസാനിച്ചപ്പോൾ രാത്രിയിലെ ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ ഭഗവാൻ സത്രൂപമെടുത്തു. ബ്രഹ്മലോകത്തിലെ ശൂന്യതയിലേക്ക് നോക്കി. പ്രപഞ്ചം മുഴുവനും ജലമയമായിരിക്കുന്നത് കണ്ടു. ഈ നാരം ബ്രാക്കറ്റിൽ ജലം തന്നെയായിരുന്നല്ലോ അവിടുത്തെ ആദ്യവാസസ്ഥാനം. അദ്ദേഹം ആ വെള്ളത്തിനടിയിൽ ഭൂമി രൂപം കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചോർത്തു. തൽക്ഷണം അതിനെ പ്രളയജലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മുൻകൽപ്പത്തിൽ നാരായണൻ മത്സ്യം, കൂർമ്മം മുതലായവയുടെ ആകാരമെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതേമാതിരി ഈ പ്രാവശ്യവും അവിടുന്ന് വരാഹാകൃതി കൈക്കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പാതാളത്തിലെത്തിയ വരാഹരൂപത്തെ തിരിച്ചറിഞ്ഞു. ഭൂമി അപേക്ഷിക്കാൻ മുതിർന്നു. ഹേ ഗദാധര, അങ്ങയ്ക്ക് നമസ്കാരം. എന്നെ ഇതിനു മുൻപും അവിടുന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും എന്നെ ഈ പാതാളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. അവിടുന്ന് സമസ്ത ജീവികളെയും വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവനാണല്ലോ. അവിടുന്ന് ഈ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ രൂപം കൈക്കൊള്ളുന്നു. എല്ലാം അങ്ങയുടെ തന്നെ സ്വരൂപം. ഞാനും അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്, അങ്ങയുടെ ആശ്രിതനുമാണ്. ഇതുകൊണ്ട് സർവരും എന്നെ മാധവി എന്നും വിശേഷിപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ തന്നെ സ്വരൂപം. ഞാനും അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്, അങ്ങയുടെ ആശ്രിതയാണ്. ഇതുകൊണ്ട് സർവരും എന്നെ മാധവി എന്നും വിശേഷിപ്പിക്കുന്നു. ഭൂമിയുടെ ഈ സ്തുതി കേട്ട് വിഷ്ണുവിൻ്റെ ആ വരാഹരൂപം അത്യുച്ചത്തിൽ അലറി. പിന്നെ ഭൂമിദേവിയെ തൻ്റെ തേറ്റകൾക്ക് മുകളിലിരുത്തി പാതാളത്തിൽ നിന്ന് തെരുക്കനെ മേൽപ്പരപ്പിൽ വന്നു. വരാഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വായു
ജലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. ജനറൽ ലോകത്തിൽ വരെ എത്തി. ജനറൽ ലോകവാസികളായ സനകാദി മഹർഷിമാർ ഭൂമിയെയും കൊണ്ട് നനഞ്ഞു പൊങ്ങുന്ന വരാഹമൂർത്തിയെ സ്തുതിക്കാൻ തുടങ്ങി. സർവേശ്വര, അങ്ങയുടെ തേറ്റപ്പുറത്തിരിക്കുന്ന ഭൂമണ്ഡലം കണ്ടാൽ താമരപ്പൊയ്ക കലക്കി ഗജേന്ദ്രൻ്റെ കൊമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചെളി പുരണ്ട താമര ഇലയാണെന്നേ തോന്നുകയുള്ളൂ. ഭൂമിക്കും ആകാശത്തിനുമിടയിലെ അന്തരീക്ഷത്തിൽ അങ്ങയുടെ ഈ കൂറ്റൻ ശരീരം വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങു തന്നെ ഒരേയൊരു സത്യം, അങ്ങല്ലാതെ മറ്റൊരു തത്വമില്ല. സകല ചരാചരങ്ങളിലും അങ്ങ് നിറഞ്ഞു കിടക്കുന്നു. ലോകത്തിനു വേണ്ടി ഭൂമിയെ ഉദ്ധരിച്ച് ഞങ്ങൾക്കെല്ലാം സുഖമുണ്ടാക്കി തരൂ. ഞൊടി നേരത്തെ മൗനത്തിനു ശേഷം പരാശരൻ തുടർന്നു. സനകാദികളുടെ സ്തുതി കേട്ട ഭഗവാൻ ഭൂമിയെ ജലപ്പരപ്പിനു മീതെ നിർത്തി. അനന്തരം മഹാസമുദ്രത്തെ വകഞ്ഞു മാറ്റിക്കൊടുത്തു. അവശേഷിച്ച ജലത്തിനു മീതെ ഭൂമി വിശാല രൂപം കൈക്കൊണ്ട് വലിയ തോണി പോലെ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ വിഷ്ണു ഭൂമിയെ സമതലപ്പെടുത്തി വേണ്ട സ്ഥലത്തെല്ലാം പർവ്വതങ്ങൾ സ്ഥാപിച്ചു. മുൻകാലത്ത് ചാമ്പലായി പോയിരുന്ന പർവ്വതങ്ങളെയാണ് അവിടുന്ന് പുനർസൃഷ്ടി നടത്തി വീണ്ടും സ്ഥാപിച്ചത്. പിന്നെ ഭൂമി 7 ദ്വീപുകളായി വിഭജിച്ച് ലോകത്തിന് മുഴുവൻ പുതിയ ആകൃതി നൽകി. അതിനുശേഷം രജോ ഗുണത്താൽ പൊതിയപ്പെട്ടു ഭഗവാൻ ചതുർഭുജനായി തീർന്നു. ആ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം തുടങ്ങി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്